സഹോദരീ സഹോദരന്മാരെ, ഇങ്ങനെയും വേണ്ടി വന്നിരിക്കുകയാണ്. സാധാരണ മുനിസിപ്പൽ കൌൺസിലുകളിൽ ഭരണം നടത്തേണ്ട അതിന് നേതൃത്വം കൊടുക്കുന്നവരാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഞങ്ങൾക്ക് കാര്യങ്ങളൊന്നും നിർവഹിക്കാൻ കഴിയുന്നില്ല എന്ന പരാതിയുമായി എത്തേണ്ടി വന്നിട്ടുള്ളത്. ഇത് ഒരു സമീപനത്തിന്റെ പ്രശ്നമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരവും കൂടുതൽ ഫണ്ടും അനുവദിക്കുക എന്നതാണ് എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകിയ സർക്കാരുകളും ചെയ്തു വന്നിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിലെ തദ്ദേശഭരണ മേഖല രാജ്യം തന്നെ അത്ഭുതത്തോടെ നോക്കിക്കണ്ടൊരു മേഖലയാണ്. നാം നടപ്പാക്കിയ ജനകീയാസൂത്രണം അത് 25 വർഷം പിന്നിട്ട കാലമാണിത്. അതിലൂടെ ആസൂത്രണ രംഗത്തും പദ്ധതികൾ നടപ്പാക്കുന്നതിലും തീർത്തും വ്യത്യസ്തമായ സമീപനമായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായി തദ്ദേശഭരണ സ്ഥാപനങ്ങൾ നടത്തിയ പ്രവർത്തനത്തിലൂടെ നാടാകെയും വൻ കുതിപ്പാണ് നേടിയത്. വലിയ തോതിൽ പദ്ധതികൾ നടപ്പായപ്പോൾ കേരളത്തിന്റെ വലിയ വളർച്ചയ്ക്ക് അതൊരു വഴിയായി മാറുകയായിരുന്നു. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമീപനമാണ്. എന്നാൽ UDF എല്ലാ കാലത്തും ഇതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനമാണ് സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഇന്നലെ ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു. സാധാരണ പറയുന്നത് പോലെ തന്നെയാണ് ഇന്നലെയും അദ്ദേഹം പറഞ്ഞത്. നേരത്തെ അസംബ്ലിയിൽ ആ കാര്യം പറഞ്ഞപ്പോ ഞങ്ങള് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി തന്നെ എന്തായിരുന്നു കേരളത്തിൽ സംഭവിച്ചത് എന്നത് വിശദീകരിച്ചതാണ്. അദ്ദേഹം ഇന്നലെ ആവർത്തിക്കുന്നതായി കണ്ടത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലയളവിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട അവസാന ഗഡു നൽകാതെയാണ് പോയത് എന്നാണ്. ഇത് തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. പക്ഷേ മുഖ്യമന്ത്രിക്കുള്ള ഒരു പ്രത്യേകത വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. അതിന് ഒരു തരത്തിലുള്ള ജാള്യതയും അദ്ദേഹത്തിന് കാണുന്നില്ല. താൻ വഹിക്കുന്ന സ്ഥാനത്തിന്റെ പ്രത്യേകത മറന്നുകൊണ്ടാണ് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് വസ്തുത? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു. LDF സർക്കാർ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട വിഹിതം ശരിയായ രീതിയിൽ തന്നെ നൽകുന്നതിന് തീരുമാനിച്ചു. അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ ഭാഗമായുള്ള കോഡ് ഓഫ് കോണ്ടക്ടിന്റെ പ്രശ്നം വരുന്നത്. അപ്പോ
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണം എന്ന നില വന്നു. ഒരു പുതിയ കാര്യമല്ല. പുതുതായി ഏതെങ്കിലും തരത്തിൽ ആനുകൂല്യം നൽകുന്നതല്ല. തീർത്തും ഭരണപരമായ നടപടികളാണ്. കേന്ദ്രം സംസ്ഥാനത്ത് നൽകേണ്ട തുക, സംസ്ഥാനം കേന്ദ്രത്തിന് നൽകേണ്ട തുക, ഇതെല്ലാം അതിൻ്റെതായ വഴിക്ക് നൽകുന്നതിന് തെരഞ്ഞെടുപ്പ് തടസ്സമായി നിൽക്കേണ്ട കാര്യമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലപ്പെട്ടവര് ഈ ഘട്ടത്തിൽ അത് നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോ അത് തടയുന്ന സ്ഥിതി വന്നു. LDF സർക്കാർ തദ്ദേശ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചു. എന്നാൽ സാധാരണ നിലയിൽ അത്തരത്തിൽ ഒരു ഗഡു കൊടുക്കാതിരുന്നാൽ അത് സർക്കാർ തന്നെ കയ്യിൽ വെക്കുക അല്ല സ്വീകരിക്കേണ്ടത്. LDF സർക്കാർ അത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. നേരത്തെ LDF സർക്കാർ കൃത്യമായി തന്നെ ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ട്. ഈ കാലയളവിൽ കൊടുക്കാൻ കഴിയാത്ത തുക അടുത്ത ഘട്ടത്തിൽ കൊടുക്കുന്നത് ഒരു തടസ്സവുമില്ല. കാലത്തും കാര്യങ്ങൾ നിർവഹിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു വന്നിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF പരാജയപ്പെടുകയും UDF അധികാരത്തിൽ വരികയും ചെയ്തപ്പോൾ സംസ്ഥാന നിലക്ക് സ്വീകരിക്കേണ്ട ഈ സമ്പ്രദായം UDF സർക്കാർ ഉപേക്ഷിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അവര് ആ പണം നൽകാത്ത അവസ്ഥയുണ്ടായി. ഒരു ന്യായീകരണവും അതിനില്ല. അസംബ്ലിയില് ആ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയതാണ്. അതിന് ന്യായീകരണമൊന്നും മുഖ്യമന്ത്രിക്കോ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്കോ പറയാനും കഴിഞ്ഞില്ല. ഇത് LDF എന്ന നിലക്കുള്ള പ്രശ്നമല്ല, നാടിന്റെ പ്രശ്നമാണ്. നാട്ടിലുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പ്രശ്നമാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പ്രശ്നമെന്ന് പറയുമ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ മുഖേന നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതെല്ലാമാണ് ഇപ്പോ തടയപ്പെട്ടിട്ടുള്ളത്. ഇവിടെ കാണേണ്ടത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ഇത്തരത്തിലൊരു ഹീനമായ മാർഗം സ്വീകരിക്കാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ അവരതിനെ തയ്യാറായിരിക്കുന്നു. അതുമാത്രമാണോ? ഈ സാമ്പത്തിക വർഷം എത്ര മാസമായി? 4 മാസം പിന്നിട്ടിരിക്കുന്നു. 4 മാസം പിന്നിട്ടിട്ട് നമ്മുടെ പദ്ധതി വീതത്തിന്റെ പ്ലാൻ ഫണ്ടിന്റെ ആദ്യ ഗഡു പോലും നൽകാൻ ഇതേവരെ സർക്കാർ തയ്യാറായിട്ടില്ല. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് തദ്ദേശഭരണ സ്ഥാപനങ്ങളോട് സ്വീകരിക്കുന്ന സമീപനം എന്നതാണ് നാം കാണേണ്ടത്. തീർത്തും നിഷേധാത്മകമായ സമീപനം, തദ്ദേശഭരണ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന സമീപനം. സർക്കാരിനെ അറിയാത്തതല്ല, തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകിയില്ലെങ്കിൽ അവർ നടപ്പാക്കേണ്ട പദ്ധതികൾ നടപ്പാക്കില്ല എന്നത്. ബോധപൂർവം തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് കൂച്ചുവിലങ്ങണ ഇടാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. ഇവിടെ കാണേണ്ട ഒരു കാര്യം, നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ പദ്ധതികൾക്ക് രൂപം നൽകിയാൽ പദ്ധതികൾ അപ്ലോഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്.
ആ സോഫ്റ്റ്വെയർ സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ്. അത് തുറന്നു കൊടുത്താൽ മാത്രമേ അത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോ ആ സോഫ്റ്റ്വെയർ ശരിയായ രീതിയിൽ തുറന്നു കൊടുക്കുന്നില്ല. എന്താ പ്രശ്നം? ഈ മാസം 31, ഇനി അധികം ദിവസമില്ലല്ലോ, നാളെ കൊണ്ടായല്ലോ. ഈ 31-നുള്ളിൽ പദ്ധതികൾ സമർപ്പിച്ചാൽ മാത്രമേ ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിക്കുകയുള്ളൂ എന്ന് ഉത്തരവ് സർക്കാർ തന്നെ ഇറക്കിയിട്ടുണ്ട്. ഒരു ഭാഗത്താ ഉത്തരവ്. ആ ഉത്തരവ് നടപ്പാക്കാൻ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ തയ്യാറാകുമ്പോൾ അതിന്റെ ഭാഗമായി ആ സോഫ്റ്റ്വെയർ പ്രവർത്തനക്ഷമമാക്കേണ്ടതിന് പകരം ആ സോഫ്റ്റ്വെയർ വലിയ തോതിൽ നിയന്ത്രിതാവസ്ഥയിലാക്കിയിരിക്കുന്നു.